വിദ്യാർത്ഥി സംഘടന ഉള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പഠിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ അന്യമാണ്. അതുകൊണ്ട് എന്നെ വിളിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ വിളിച്ച പെൺകുട്ടി ചോദിച്ചു, ഈ പുഴുത്ത പട്ടി എന്നൊക്കെ അധ്യാപകർ ക്ലാസ്സിൽ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ അതൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്, പോയി ചാടി ചത്തൂടേടി എന്ന ഈ അധ്യാപക വേഷധാരികൾ, ഇയാളടക്കം ആര് റാം എന്ന് പറയുന്ന ആളടക്കം ആവർത്തിച്ച് വിദ്യാർത്ഥികളോട്, ഈ കുട്ടികളടക്കം കാലാകാലങ്ങളിൽ ചോദിക്കുന്ന വർത്തമാനമാണെന്ന് പറയാണ്. പരമാവധി ക്ഷമിച്ച് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി മരിച്ച ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അതോടെ തീർത്ത് കളയും, ആ കുട്ടിയുടെ ഭാവി തോപ്പിച്ച് കളയും. ശിവപ്രസാദ്, എന്നിട്ട് നമ്മൾ പറയും ഈ കേരളത്തിൽ ജാതിയില്ല, എല്ലാം ഫെയറാണ്, എല്ലാ അധ്യാപകരും നല്ലവരാണ്. ഒന്നാം തന്നെ കള്ളവല്ലേ ശിവപ്രസാദ്? തീർച്ചയായിട്ടും ഹാഷ്മി പഠിച്ച അതേ കോളേജിൽ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് പഠിച്ച വ്യക്തി തന്നെയാണ് ഞാനും. നമ്മൾ ഒരേ നാട്ടുകാരാണ്, സെയിം കോളേജിൽ, രണ്ട് കാലത്താണെന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാപട്യവും കള്ളവുമാണ്. ഈ കേരളം പ്രബുദ്ധമാണ്, ഈ കേരളം സ്വർഗമാണ്, ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ഇവിടെ ജാതിയില്ല, മതമില്ല, മതസൗഹാർദ്ദം ജാതി സൗഹാർദ്ദമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളമാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഒന്ന്, ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഒരു ക്ലാസിഫൈഡ്സ്, മാട്രിമോണിയൽ ക്ലാസിഫൈഡ്സ് എടുത്ത് നോക്കിയാൽ മതി, അന്ന് തീരും നമ്മുടെ നവോത്ഥാന ബോധ്യങ്ങളെല്ലാം. നായർ, സുന്ദരി, ഈഴവ, വിധവ, വിശ്വകർമ്മ, മറ്റേത്, സ്വജാതിയിൽ നിന്നും ക്ഷണിക്കുന്നു, അന്യജാതിക്കാർ അപേക്ഷിക്കേണ്ടതില്ല. നമുക്ക് തോന്നും ഇത് വളരെ നിസ്സാരമാണെന്ന് തോന്നും. അതല്ല, കേരള സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന പുഴുത്ത ജാതി ചിന്തയുടെ ജാതീയതയുടെ പ്രതീകമാണിതെല്ലാം. കടുത്ത ജാതി ചിന്ത, അതായത് ഇന്ത്യയിൽ ഇത്രയധികം എനിക്ക് തോന്നുന്നില്ല കേരളത്തിലുള്ളതുപോലെ ജാതി സംഘടനകൾ, സാമുദായിക സംഘടനകൾ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടാകുമെന്ന്. അത്ര കടുത്തതാണ്. അതായത് ഇവിടെ സവർണ ജാതീയതയുമുണ്ട്, അവർണ ജാതീയതയുമുണ്ട്. പച്ചയ്ക്ക് ഞാൻ പറയുകയാണിത്. സവർണ ജാതീയത വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട് ഹാഷ്മി, നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ജനിച്ചു പോകുന്നു, അത് നമ്മളുടെ ആരുടെയും ഗുണമോ ദോഷമോ കൊണ്ടല്ല, അങ്ങ് ബൈ ചാൻസ് സംഭവിച്ചു പോകുന്നതാണത്. അതിൻ്റെ പേരിൽ അഭിമാനിക്കുക, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് കരുതുന്നവനാണ് ഏറ്റവും, അത് എന്നിട്ട് പുറത്ത് ജാതി ഇല്ല എന്ന് പറയുകയും കൂടെ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒന്നും അറിയണം, ഇവിടെ നിങ്ങൾ ആരും എത്ര പേര് ചർച്ച ചെയ്തു, ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സീൻ്റെ അകത്ത് കാണിച്ചു, നിങ്ങളിതിൽ കാണിച്ചു, എ റഹീമിനെയും പിന്നെ ശിവൻകുട്ടിയെയും കാണിച്ചു. ഇവർ രണ്ടുപേരും പിന്നെ ഗോവിന്ദനും കൂടെ വന്ന മറ്റൊരു വലിയ ജാതി പീഡനത്തിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാനക്കാരിയായ മധ്യപ്രദേശുകാരിയായ ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിലുള്ള ട്രൈബ് ഒരു പെൺകുട്ടിയുടെ പോക്സോ കേസിൽ ഇവർ സാക്ഷികളാണ്. ഇവർ നടത്തിക്കൊടുത്തത് കേരളം സ്വർഗമാണെന്നും പറഞ്ഞുകൊണ്ട് നടത്തിക്കൊടുത്തത്. ഇതാണ് കേരളം എന്നുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണത്. ഞാൻ സണ്ണിയം കവിക്കോട് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ കടുത്ത ജാതീയതയുണ്ട്. ഇല്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. ജാതീയതയുണ്ട്. ഇവിടെ അത് ഈ പറയുന്ന വർഗസമരം എന്ന് പറയുന്നത് ജാതി സമരമല്ല, അത് വേറെയാണ്. അതിനെ കാണാതിരിക്കലാണ്. ആക്ടിവിസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.